നമസ്കാരം. ഏറ്റവും സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷത്തിലെ 12-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ചതഞ്ഞ ഞാങ്കണ ഞാൻ ഒടിക്കുകയില്ല, കെടാറായ തിരി കെടുത്തുകയില്ല, വിജാതിയെ പ്രത്യാശ വയ്ക്കുമെന്ന് പറയുന്ന ആ വചനഭാഗം മത്തായിയുടെ സുവിശേഷത്തിൻ്റെ രത്നച്ചുരുക്കമാണ്. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 42-ാം അധ്യായം 1 മുതൽ ഉള്ള വചനങ്ങളാണത്. ഈ ഭാഗത്തെ യബത്ത് ആധ്യാത്മികത എന്നാണ് പറയാറുള്ളത്. ഇതാ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ. യബത്ത് ആധ്യാത്മികതയിൽ ഒന്നാമത്തെ കാര്യമാണ്. 4 കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ യബത്തിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. യബത്ത് എന്ന് പറഞ്ഞാൽ സഹനദാസൻ എന്ന് പറയാറുണ്ട്. യബത്ത് എന്നുള്ള ആ ഹീബ്രു പദത്തിൽ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നവൻ, ദൈവികമല്ലാതെ ചിന്തിക്കാൻ സാധിക്കാത്തവൻ, പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവൻ, യാഹുവയുമായിട്ട് യോജിച്ച് നിൽക്കുന്നവൻ, ദാസൻ. ഇങ്ങനെ 5 അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ ശക്തമായ ഒരു വാക്കാണ് യബത്ത്. ആ യബത്തിൻ്റെ ആധ്യാത്മികത പറയുകയാണ്, ഇതാ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ ദാസൻ. അപ്പോൾ ദൈവം യാഹുവേ എലോഹിം തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ എന്നാണ് പറയുക. ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ബർഷിത് ഖാറ എലോഹിം. യബത്ത് എന്ന് പറഞ്ഞാൽ ദാസൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിലെ 1-ാമത്തെ വചനം ബർഷിത്, ഇൻ ദ ബിഗിനിങ്, ഖാറ ക്രിയേറ്റഡ്, എലോഹിം ദൈവം. ദൈവം എന്നുള്ള വാക്ക് തന്നെ ആദ്യമായിട്ട് ഹീബ്രുവിൽ എഴുതുന്ന അതാണ്. ഇതാ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ എന്ന് പിതാവായ ദൈവം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ദാസൻ എന്ന് യഹോവ പറയുന്നതാണ്. അപ്പോൾ അത് യേശുവാണെന്നാണ് മത്തായിയുടെ സുവിശേഷം പറയുന്നത്. ആ യബത്തിൻ്റെ 1-ാമത്തെ ജോലിയാണ് ചതഞ്ഞ ഞാങ്കണ ഒടിക്കുകയില്ല. ആ ചതഞ്ഞ ഞാങ്കണ ഞാനാണ്, നിങ്ങളാണ്. ഒടിക്കാത്ത, നശിപ്പിക്കാത്ത, രക്ഷിക്കുന്ന ആ യബത്ത് ആധ്യാത്മികതയുടെ 1-ാമത്തെ ഭാഗം ഞാനിവിടെ പൂർത്തിയാക്കുകയാണ്. ഇത് വീക്ഷിക്കുന്ന നിങ്ങളെല്ലാവരെയും യഹോവ ദൈവം അനുഗ്രഹിക്കും. കേൾക്കുന്നവർ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സണ്ണി പുൽപ്പറമ്പിൽ CMI. അറിയോ?